അപ്പൊ ഷാമിന്റെ വെഡിങ്ങിന്റെ പ്രിപ്പറേഷൻസ് ഇതെങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും അതിന്റെ പ്രിപ്പറേഷൻസ് തന്നെയാണ് ഗൈസ്. ഞങ്ങള് കുറേ ആയി ഓരോന്നിന് പിന്നാലെ ഓടി. ഇനി ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ കാര്യങ്ങളാണ് ബാക്കി കിടക്കുന്നത്. അത് മെയിൻ ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്നെങ്കിലും അതിന് വേണ്ടി പോണം, എന്നാലേ ഉള്ളൂ ഞങ്ങളത് സെറ്റ് ആയിട്ട് ഈ ബോയ്സിന്റെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് അതിന് ഇറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ മൈൻഡില് കാര്യമായിട്ട് അങ്ങനെ ഡ്രസ്സ് ഇന്ന ഡ്രസ്സ് എന്നുള്ളൊരു സംഭവം സത്യം പറയാൻ ആലോചിച്ച് വെച്ചിട്ടില്ല. അതായത് എന്റെ ഒരു മെറൂൺ ലെഹങ്ക ആവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നല്ല ഗോൾഡൻ ഡ്രസ് ഇട്ടുന്നത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ. അതെ, നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ഡ്രസ് നല്ല ഭംഗിയില് ഇവരെ കാണണം. ഞങ്ങളുടെ ആഗ്രഹം ഡ്രസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇനി ഞങ്ങൾക്കും കൂടി ഡിസൈൻ ചെയ്യിക്കാന്നുള്ളത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ റെഡിമെയ്ഡ് കിട്ടുക എന്നുള്ളതിനെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. പക്ഷെ എന്നാലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഡിസൈൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ മുന്നേ എല്ലാം കൂടെ ഇനിയിപ്പോ ലാസ്റ്റ് മൊമെന്റിൽ ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ സ്ട്രെസ് ആയി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. മാക്സിമം ആ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൽ തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞങ്ങൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡിന്റെ തന്നെ 2 ടൈപ്പ് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഞങ്ങൾ റെഡിമെയ്ഡ് ആണെങ്കിൽ എടുക്കാം. കളർ ഒരുപോലെ ആയിരിക്കണം. അതെ, കാര്യം ഇനിയിപ്പോ അത് ഡിസൈൻ ചെയ്ത് ഒരുപോലെ ഒന്നും ആക്കാന്നുള്ള സമയം നമുക്കില്ല. അപ്പൊ ഇന്ന് നമ്മൾ പോയിട്ട് ഇവർക്ക് 2 പേർക്കുള്ള ഡ്രസ്സ് നോക്കണം. അതിനുശേഷം നമുക്ക് റിസപ്ഷൻ്റെ ആലോചിക്കാനുള്ള സമയം. അതെ, അത് ഞങ്ങൾ ഏത് ടൈപ്പ് വേണമെന്ന് പോലും ആലോചിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇത് തീർക്കാം. ഇത് തീർക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ബോയ്സിനുള്ളത് നോക്കാൻ. അതും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഹൽദീന്റെ തീരുമാനം. ഗേൾസിന്റെ പിന്നെ ഹൽദീന്റെ ഏകദേശം ഞങ്ങൾ തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ബോയ്സിന്റെതും മെഹന്തിന്റെതും ഗേൾസിന്റെതും ഓക്കെയാണ്. ഞങ്ങൾ 3 പേരതും ഓക്കെയാണ്. ബോയ്സിന്റെ നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അപ്പൊ അതും നോക്കാനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് കല്യാണത്തിന്റെ ഡ്രസ്സ് തപ്പാൻ വേണ്ടി പോവാം. നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഞങ്ങൾ ഇതാ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി. പൊരിഞ്ഞ മഴ. പക്ഷെ നല്ല രസമാണ് ഗൈസ് ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി ഷോപ്പിങ്ങിനൊക്കെ. അതെ, പക്ഷെ അതേപോലെ തന്നെ അതെ, അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് വെറുതെ ഇരിക്കാനും തോന്നും. അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ച് ആ ഒരു വൈബും ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. കൊറേ പണികൾ തീർക്കാനുള്ളത് തന്നെ ആ ഒരു വൈബ് കിട്ടൂല. അതെ, നമുക്ക് പുറത്തിറങ്ങി കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടാവും. അപ്പൊ ഈ മഴ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. സമലട്ട കൊറേയൊക്കെ തൊട്ടിട്ടുണ്ട്. ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ അവലേട്ടർ കാണാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷട്ടറിന്റെ മുകളിൽ കൊണ്ട് ഈ മൂക്കൊന്ന് ചാർത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് അതെ മൽപ്പിടുത്തം നടത്തിയപ്പോ ഇവിടെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പൊ ഇതിലും ഭീകരായിരുന്നു 2 ദിവസം മുന്നുള്ള അവസ്ഥ. ഇപ്പൊ കുഴപ്പമില്ല ഗൈസ്. ഇപ്പൊ എന്തൊക്കെയോ ചെയ്തിട്ട് അത് നൻപനില്ലല്ലോ. ഇവര് മാത്രമേ ഉള്ളൂ. ഇവർ 2 അളിയന്മാര് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ബൊട്ടീക്കിലേക്ക് പോവാണ്. ആ സ്ഥലത്ത് ഷാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ കോഴിക്കോട് ആ ഒരൊറ്റ ബൊട്ടീക്ക് ഞങ്ങൾ പോവാൻ ബാക്കിയുള്ളൂ. അതെ, ഇനിയിപ്പോ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ളതുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് മുന്നേ ഷാമിക്ക് വേണ്ടി പോയൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒന്നും കൂടി ഒന്ന് പോയി നോക്കണം. എന്നിട്ട് അങ്ങനെ നമുക്ക് കറങ്ങി നോക്കാം ഗൈസ്. എന്നിട്ട് ഒരു വഴി ഇല്ലെങ്കിൽ ഡിസൈനിങ്ങിലേക്ക് പോവാം. അതെ ഗൈസ്, ഞങ്ങള് ഡ്രസ്സ് നോക്കാൻ വന്നിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഗൈസ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. 2 പേരും ഒരു ഡ്രസ്സ് ഇട്ടോക്കി. അതിൽ ഒരാളുടെ ഡ്രസ്സ് നല്ല ഭംഗി. അപ്പം മറ്റേ ആളുടെ ഡ്രസ്സ് അത്ര ഭംഗി തോന്നില്ല. അതുകൊണ്ട് അതാണെങ്കിൽ ഒറ്റ പീസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സെയിം സാധനം തന്നെ വേറെ പീസ് കിട്ടുമെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ വിടാൻ തോന്നുന്നില്ല. അവിടെ വളരെ വിഷമത്തോടു കൂടി ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ ഭയങ്കര എലഗൻസ് ഉണ്ട് അതിന്. പക്ഷെ ബ്രൈഡല്ല, പക്ഷെ ഒരവസ്ഥ നോക്കണം. ഞങ്ങള് ആദ്യം ഞാനൊരു സാധനം ഇട്ട് നോക്കി, നമുക്ക് വേറൊന്നും എടുത്ത്. അത് 2 ഞങ്ങൾ ഇട്ട് വന്നപ്പോ ഇന്റത് ഓക്കേന്ന് തോന്നി, ഇവളത് പോരാൻ തോന്നിട്ട് വേറൊന്നും എടുത്തോളൂ. അതെ, അത് ഇവളിട്ട് തോന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ എടുത്തേനെ. പക്ഷെ ഇത് വേറെ, പക്ഷെ അതിന് ഭയങ്കര എലഗൻസ് ഉണ്ട്. ഇൻഡോ വെസ്റ്റേൺ അങ്ങനെ ഒരു പേൾസ് ബീറ്റ്സ് ഒക്കെ ആയിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലത്തെ ഒന്നിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ വിളിച്ചൊക്കെ നോക്കിപ്പിച്ചു വരും. പക്ഷെ എവിടെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. അത് ഇനിയിപ്പോ അതേപോലെ ചെയ്യിപ്പിക്കാൻ ചോദിച്ചപ്പോ അതിന് 2 മാസം എടുക്കും. അതെ, ഇപ്പം ബാക്കിയുള്ളതൊക്കെ കാണുമ്പോൾ വളരെ നോർമൽ ആയിട്ട്. അതെ, ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ബാക്കിയുള്ളതൊക്കെ കാണുമ്പോൾ അതൊന്നും ഇഷ്ടാവുന്നില്ല. പക്ഷെ ഇത് ചെയ്യിപ്പിച്ചെടുക്കാൻ ടൈമും ഇല്ല. ഇനി അതിന്റെ തന്നെ വേറെ
ഔട്ട്ലെറ്റിൽ പോയി നോക്കിയിട്ട് കിട്ടുമെന്ന് നോക്കാം, അതിനൊരു ഉറപ്പും പറയുന്നില്ല. അതെ, എന്തായാലും ഞങ്ങളത് മറക്കേണ്ടി വരും. ഞങ്ങൾ മറന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വേറൊരു ടീമിലേക്ക് മാറേണ്ടി വരും. വിഷമത്തോടെ എങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് മാക്സിമം ഞങ്ങൾ നോക്കി നോക്കും വേറെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ സാരിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് ആക്കാം. അപ്പം നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അല്ലേ കുറച്ചുകൂടി നെറ്റ് പോലെയായിരുന്നു കൈയും ഇതല്ല, ഇതിന്റെ വേറൊരു സാധനമല്ലോ. അതിപ്പോ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ അറിയില്ല. അതൊരു എന്തോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും അതിനോട് മാച്ച് ആവില്ല. ഏകദേശം പാറ്റേൺ ഒക്കെ തന്നെയാണ്, പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ഫുള്ള് പേൾസോ ബീഡ്സ് ഒക്കെ വന്നത് ഇതുപോലെ സീക്വൻസ് ഇങ്ങനത്തതൊന്നുമല്ല. അത് ഈ ബീഡ്സുകളുണ്ട്, അതിന്റെ കൂട്ടത്തില് പേൾസ് പോലെ അതൊരു ഓഫ് വൈറ്റ് നല്ല രസമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചില്ല. ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു. വലിയൊരു സംഭവം ഞങ്ങൾ തീർത്തു എന്നുള്ളതിൽ വരും. പക്ഷെ എങ്ങനെ തീർക്കാൻ പറ്റുന്നില്ല. നോക്കി വെക്കാം, ഒരു തപ്പാൻ പോയിട്ടുണ്ട്. ഇതാണ് ഗൈസ് സഞ്ജയ ഡ്രസ്സ് ഇട്ടിട്ട് സംഭവം രസമുണ്ട്, പക്ഷെ മറ്റേത് കണ്ടു പോകുന്നില്ല. ഇതിൻ്റെത് ആ ഒരു ഭംഗി ഇതിനുമായിട്ട് മാച്ച് ആവുന്നില്ല. ഇത് ആക്ച്വലി മാമിന് ചേരുന്നുണ്ട്, പക്ഷെ മാമിന് ഇതിനെക്കാട്ടും നല്ല കളർ കിട്ടും. അതായത് കിട്ടിയിരുന്നു അതായിരുന്നു മാംസിന് കിട്ടും. കാരണം അത് മറ്റേതിൻ്റെ അത്ര ഭംഗി രണ്ടുപേർക്കും കൊടുക്കുന്നില്ല. ഡ്രസ്സ് കൊള്ളാം, ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. അതെ അതെ അതെ, എന്തായാലും മാറ്റി വരും. ഇതെന്തായാലും ആലോചിക്കാം. മാക്സിമം സെയിം സാധനം തന്നെ എത്തിച്ചേരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയമില്ലല്ലോ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ 2 മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം സാധനം തന്നെ എത്തിക്കാൻ പറ്റുമായിരുന്നു. അതാലോചിക്കുമ്പോഴൊരു വിഷമം. അതെ, അതാ പോകും. മാക്സിമം ഒരു ട്രൈ ചെയ്യാന്ന് പറഞ്ഞത്. സംഭവം ഒരു നിരാശ, എന്താ പറയാ, എല്ലാരും ബാധിച്ചിരിക്കണം. നിരാശയായിട്ട് നോക്കി കണ്ട നടത്താൻ കണ്ടാറില്ലേ നിരാശ. ഗൈസ്, അങ്ങനെ ബ്രൈഡ്സ്മെയ്ഡ്സിനുള്ള ഡ്രസ്സിന്റെ ഹണ്ടിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നിപ്പം ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടു, പക്ഷെ ഒറ്റ ആക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മാക്സിമം കിട്ടുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മാക്സിമം കിട്ടുമോ നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മൺഡേ അതിനുള്ള കൺഫർമേഷൻ തരാ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് പുതിയ ഡിസൈൻ വേണോ, ഡിസൈൻ ചെയ്യിക്കണോ, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുള്ള് അലച്ചിലായിരുന്നു ഗൈസ്. ഇപ്പൊ രാത്രി ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ്. അത് ഇന്ന് ഞങ്ങള് കണ്ടപ്പോ സല്ലു ചോദിക്കും, നിങ്ങൾ ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത് എന്ന്. കാര്യം ആ ഉറങ്ങുന്ന സമയം മാത്രമേ വീട്ടിലുള്ളൂ, അല്ലാത്തപ്പോ ഞങ്ങള് ഫുൾ ടൈം അങ്ങോട്ടും ഇവിടെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്റെ മന്തിയായി. വീട്ടുകാരെ മുഖത്ത് നോക്കാനുള്ള സമയം കൂടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് ചീര നനയുന്നതിന്റെ ഇടയിൽ വാഴ നനയാന്ന് പറഞ്ഞ പാവം അമലേട്ടൊരു ഇതുപോലെ തന്നെ സല്ലു ഇവിടെ ഞങ്ങളെ കൂടെ തന്നെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കട്ടോ. തുള്ളി പോലും വേണ്ടില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവരോട് പറഞ്ഞു, ഇവര് രണ്ടാളും പറഞ്ഞ എന്തായാലും മാന്യവറിൽ കേറിയിട്ട് ഇവർക്കുള്ള ഡ്രസ്സ് നോക്കാം. അതിന് ഇവര് സമ്മതിക്കില്ല, വേണ്ട വേണ്ട തന്നെ പറയുന്നു. അപ്പൊ പിന്നെ ഫിറ്റ് ചെയ്താക്കാനൊന്നും വയ്യ, വേണ്ട 22 കല്യാണം ഇപ്പൊ ഓഗസ്റ്റ് 20 നോക്കിയാൽ ഇനി നമ്മളൊന്നും പറയില്ല. അന്ന് മെഹന്തി ഡേ അല്ലേ, അന്ന് നോക്കിക്കോട്ടെ. ഒറ്റയ്ക്ക് പോയെടുക്കണം, നമ്മള് മിസ് ചെയ്യും. ഞങ്ങക്ക് മെഹന്തി ഒക്കെ കൂടണോ? അടുത്ത മാരേജ് മുതൽ സല്ലു ഓരോ നേട്ടി വെച്ചിട്ട് ഇവിടെ അടുത്ത മാരേജ് മുതൽ ഞങ്ങൾ ആദ്യം ഡ്രസ് എടുക്കും, അതിനനുസരിച്ച് ഇവര് എടുക്കണം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ സമയമാകുമ്പോ ഇവര് ചോദിക്കും എന്താ എടുക്കുക, എന്താ എങ്ങനെയാ ഞമ്മള് പറഞ്ഞു കൊടുക്കണം. അതെ, അതാണ് ദിവസം അങ്ങനെയുള്ളത്. പിന്നെ കല്യാണത്തിന്റെ കാര്യം. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോയിട്ട് കിടന്നുറങ്ങുന്നു. എന്നിട്ട് നാളെ വീണ്ടും ഞങ്ങളുടെ ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ ഡ്രസ്സിന്റെ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ചെയ്യിപ്പിക്കുകയാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഞങ്ങൾ തീരുമാനമാക്കിയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതെ, അപ്പൊ ഇപ്പൊ ടാറ്റ. ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേനു 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടി, പക്ഷെ അത് ഒറ്റ പീസേ ഉള്ളൂന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കോഴിക്കോടുള്ള പല സ്ഥലങ്ങളിൽ തെണ്ടി ഞങ്ങൾ കൊച്ചിയിലുള്ള പല ഷോപ്പിലേക്കും നമ്മൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു. മാത്രം ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള പല ഞാൻ രാജസ്ഥാൻ, ഗുജറാത്ത്, ഞാൻ എവിടൊക്കെ സൂറത്ത് എവിടേക്കൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
അഞ്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ, എന്നിട്ട് ഞങ്ങൾ മെറ്റീരിയൽ, അതായത് അവരൊക്കെ പറഞ്ഞത് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് സമയവും വേണം, പിന്നെ ഒരു നല്ല നമ്മൾ വിചാരിക്കാത്തത്ര ബഡ്ജറ്റിലേക്കും ആ സാധനം പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞ് അവസാനം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു സാധനം ഏകദേശം അതെ 5 പറഞ്ഞു അങ്ങനെ കയറി നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം അതിനോട് പാറ്റേൺ സെയിം ആണ്, പക്ഷെ മറ്റേ എന്താ പറയാ ബീച്ച് കളറാണ്. കളറിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്, ഇതിന്റെ മുകളിലെ സ്വീക്വൻസിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് ഇത്. പക്ഷെ ഇത് ലെഹങ്കയാണ്. പക്ഷെ ഇത് നമുക്ക് ഗൗൺ, അതൊരു പാകിസ്ഥാനി ഗൗൺ, ആ ഒരു ടൈപ്പാണ്. ഇത് ലെഹങ്കയാണ്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗൗണിലേക്ക് മാറ്റാൻ പറ്റും. ഞാൻ എന്താ അറിയുന്നത് വെച്ചാൽ അതിന്റെ എന്താണോ അത് അറബിക് ഗൗണാണ്, ഇതും അതേപോലെ തന്നെ ആക്കി മാറ്റി സെയിം ആക്കാം. ഇപ്പൊ 5 ഇത് ട്രയൽ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. 5 ഫുൾ അത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതായിരുന്നു നമ്മൾ കണ്ടുവെച്ച സാധനം. ഇത് കണ്ടോ, ഈ ഒരു അറബിക് പാകിസ്ഥാനി ഗൗൺ അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഈ ഒരു ലെഹങ്കയാണ്. കണ്ടോ, ഇതിനോട് സാമ്യമുള്ള സെയിം ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടു, ഇത് കണ്ടു, ഇതേ സാധനം തന്നെ ഏകദേശം കിട്ടി. ഇനി നമ്മളെ ഏത് രീതിയിൽ ചെയ്യിക്കണം എന്ന് വെച്ചാൽ, ചേച്ചി ബിസിയാണ്. ശ്രീ ചേച്ചി വേറെ പല സ്ഥലങ്ങളിലേക്കും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഹലോ ചേച്ചി. ശ്രീ പല സ്ഥലങ്ങളിലേക്കും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആ ഒരു പാകിസ്ഥാനി ഡ്രസ്സിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ ലെഹങ്കയാണ്, ഇതിനി പാകിസ്ഥാനി ഡ്രസ്സിലേക്ക് മാറ്റിയെടുക്കണം. ഇത് നമ്മൾ നോക്കി വെച്ചതിൻ്റെ കളർ ചേഞ്ച് ഗൈസ് എനിക്ക് ഭയങ്കര എന്താണെന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ അത്രയും ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, കാത്തു നിന്നുണ്ട് പലരുടെയും റിപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഗൗണാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. സാധനം കൊള്ളാം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരാൾക്കൊരു വൈറ്റ് കളറായിരിക്കും, ഒരാളൊരു ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല ഒരു ബേജ് കളർ, ആ ബേജ് കളറിലായിരിക്കും. പക്ഷേ 2 പേരും ഒരേപോലെ ഉണ്ടാവും. ബ്രൈഡ്സ്മെയ്ഡ്സ് ഒരേ ഡ്രസ്സിൽ നല്ല രസമുണ്ടാവും. ഇനി വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ നോക്കി വെച്ച ആ ഒരു ഡ്രസ്സ്. അതായത് നമ്മൾ ആദ്യം ട്രയൽ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ട്രയൽ ചെയ്ത് നോക്കിയ ഡ്രസ്സ്. ഇപ്പം നമ്മൾ കണ്ടുവെച്ച ലെഹങ്ക ഈ ഒരു ലെഹങ്കയാണ്. ഇതൊരു ബേജ് കളറാണ്. ഇത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. അതായത് കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിനൊരു സ്ലിറ്റൊക്കെ കാണുന്നുണ്ടല്ലോ, ആ സ്ലിറ്റൊക്കെ കൊടുത്ത് പിന്നെ അത് ഷേപ്പാക്കാൻ, നന്നായിട്ട് ഷേപ്പാക്കാനുണ്ട്. ഷേപ്പാക്കിയിട്ട് സ്ലിറ്റ് കൊടുത്ത് ഉള്ളിൽ സ്കേർട്ട് കൊടുത്തിട്ട് ഒക്കെ കുറേ പണികൾ അതിൻ്റെ മുകളിൽ അതൊരു ഗൗണാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാന്. നമ്മളെന്തായാലും ബ്രൈഡ്സ്മെയ്ഡ്സിൻ്റെ ഡ്രസ്സ് ഫിക്സ് ചെയ്ത് ഗൈസ് 2 പേർക്കും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപോലത്തെ സാധനം ഇഷ്ടമുള്ളത് കിട്ടി. 2 കളറാണ്, ഒന്നൊരു വൈറ്റ് കളറും ഒന്നൊരു ബേജ് കളറുമാണ്. പക്ഷെ അത് കുഴപ്പമില്ല ഗൈസ്, അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് 2 പേർക്കും ഒരേപോലെ ഡ്രസ്സ് എന്നുള്ള ആ ഒരു ഇതിലെത്തി ഗൈസ്. അങ്ങനെ നമ്മളെ ഡ്രസ്സ് ഇതാ പാക്ക് ചെയ്യാൻ കൊണ്ടുപോകണം ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി. യെസ്, ഇനി അതിന്റെ മുകളിൽ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. പക്ഷെ അതെങ്ങനെ വേണം, അത് കുറച്ച് വലിയ വർക്കാണ് ഇത് ബാക്കിയുള്ളത്. അതെന്തായാലും നമുക്ക് ചെയ്തെടുപ്പിക്കാം. ഇപ്പൊ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ആ ഡ്രസ്സും കൂടെ എടുക്കാം. അതെ, എന്നിട്ട് ആ ഡ്രസ്സ് വെച്ചിട്ട് വേണം ഇതെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക്. റെഫറൻസ് ആ ഡ്രസ്സാണ്. ആ ഡ്രസ്സും വലിയ സൈസ് തന്നെയാണ്, സെയിം സൈസാണ്, കുറച്ച് എക്സൽ ആണ്. അപ്പോൾ അത് നമ്മുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റണം. ഇതും ഷേപ്പ് ചെയ്യാനുണ്ട്, ആ മോഡലിലേക്ക് ഈ ഡ്രസ്സും ആക്കി മാറ്റണം. യെസ്, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞങ്ങളൊരു ഒരു ഡ്രസ്സ് കണ്ടു. ആ കളറിൽ ഇനി സാരി ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്. അത് ഉമ്മക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പം നമ്മൾ നോക്കുന്നത്. ഒരു ഹണി കളർ, ഒരു ഹണി കളർ. അത് ഇപ്പൊ കണ്ടിട്ട് കിട്ടിയോ, അത് കണ്ടിട്ട് ഇമ്മനെ കൊണ്ടിട്ട് വരാം. അതായിരുന്നു ഗൈസ് നമ്മൾ ഉദ്ദേശിച്ചതിനോട് ഏകദേശം നിൽക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം. പിന്നെ അമ്മയ്ക്ക് ബ്ലാക്ക് കളർ സാരി ഭയങ്കര ഇഷ്ടം. അപ്പം അതും കൂടെ ഞങ്ങൾ ചുമ്മാ ഒന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസും വരുന്നുണ്ട്. തിരിഞ്ഞ് വന്നപ്പോൾ വേറൊരു സാരി കിട്ടി. പക്ഷേ ഇത് നല്ല രസമുണ്ടല്ലോ അല്ലേ, നല്ല രസമുണ്ട്. അതും ബ്ലാക്ക്, 2-3 ബ്ലാക്ക് സാരി ഉണ്ട്, ഒക്കെ കൊള്ളാം. ഇവിടേക്ക് അമ്മമാരെയും കൊണ്ട് വരേണ്ടി വരും ഗൈസ്. സാരി ഉണ്ട്, അതെ അമ്മമാരെയും കൊണ്ടുവരാം. അമ്മമാരെ കൊണ്ടിട്ട് തന്നെ വരരുത്, ഞങ്ങൾ കൺഫ്യൂഷനായി. ഞങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ സാരി കുറേ ഉണ്ട്. അതെ, അല്ല വേണമെങ്കിൽ നമുക്കൊരു സാരി എടുക്കാം, എന്നിട്ട് ഓർക്ക് ഇഷ്ടമാണ് ഓരെടുത്തോട്ടെ. ബ്രൈഡ്സ്മെയ്ഡ്സിൻ്റെ ഡ്രസ്സ് അതാ ഗൈസ് പോകുന്നു. ബ്രൈഡ്സ്മെയ്ഡ് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ബ്രൈഡ്സ്മെയ്ഡ് ഹാപ്പിയാണോ? ഇനിയിപ്പോൾ മറ്റോടത്ത് പോയിട്ട് ആ ഡ്രസ്സും കൂടെ എടുക്കണം.
എന്നിട്ട് നമുക്ക് ഇനി അതിന്റെ മുകളിൽ കുറച്ച് പണിയുണ്ട്, അതെല്ലാം ശരിയായി കിട്ടിയാൽ മതി. അതെ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് മറ്റേ ഡ്രസ്സ് ഇതുവരെ എടുത്തില്ല, അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായ ഡിസൈൻ, അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കാന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത് നമ്മുടെ മനസ്സിൽ. അപ്പൊ ഒരു കുറച്ച് ദിവസം ഹോൾഡ് ചെയ്ത് വെച്ച് കിട്ടിയില്ല നമ്മൾ പറയാന്നുള്ള രീതിയിൽ വെച്ചായിരുന്നു. അവർ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ സാധനം അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നു, ഡ്രസ്സ് എടുക്കുന്നു. അങ്ങനെ നമ്മള് മറ്റേ അറബിക് ഗൗൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടും കൂടെ വെച്ച് നോക്കിയിട്ടുള്ള ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീ അത് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയതാണ് ഗൈസ്. ഞാൻ ട്രയൽ ചെയ്തിട്ട് കാണിച്ചു തരാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഞങ്ങൾ ഇത്രയും ഓടിയത്. ഇത് നോക്ക് എന്ത് രസമാണ് ഈ ഡ്രസ്സ്. അങ്ങനെ ശ്രീക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇതേപോലെയാണ് ഇപ്പൊ നമുക്ക് അഞ്ചിന്റെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചത്. അതായത് അഞ്ചിൻ്റെത് എന്ന് പറയുമ്പോൾ ഈ ജോയിന്റ് ഇല്ലേ, ഇത് ഈ സംഭവം ലെഹങ്കന്റെ മുകളിലാണ് വരുന്നത്. അതെ, അപ്പൊ ലെഹങ്കന്റെ മുകളിൽ നിന്ന് ആ സാധനം അഴിച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യണം. ഇതിന്റെ ഈ കട്ട് വരെ ആ ലെഹങ്കന്റെ ബ്ലൗസിനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മളെ ബ്രൈഡ്സ് മെയ്ഡ് ഗൈസ് ഇതുപോലെയാണ് നമുക്ക് അഞ്ചിന്റെ ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി സ്ഥലങ്ങള് ഇതുപോലെയാണ് പഞ്ചിന്റെ ലെഹങ്ക നമുക്ക് ചെയ്യുന്നത്. അതെ, ഇതിപ്പം ഫുൾ എന്താ പറയാ, എന്റെ ലെഹങ്കന്റെ ആ സ്കേർട്ടിന്റെ പോർഷൻ അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു സ്ലിറ്റ് കൊടുക്കാം. അതെ അതെ, ഇതേപോലെ നമ്മൾ ആക്കിയിട്ട് എന്റെ ലെഹങ്ക ആക്കിയെടുക്കും. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ആ ഒരു എന്താ പറയാ, അതെ മോഡല്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇനി ആക്കിയെടുക്കേണ്ടത്. നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട് കാണാൻ. അഞ്ചിന്റെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതാ ഈ പോർഷൻ വരെ സെയിം ആണ്. അതെ അതെ അതെ, ഇങ്ങനെ നെറ്റാണ് വരുന്നത്. ആ നെറ്റ് കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ ആക്കാം. അടുത്ത സാധനമായിട്ട് അതൊക്കെ നടന്നു പോകുന്ന എന്തൊക്കെ വലിയ കവറുണ്ടെങ്കിലും കൊണ്ടുപോകണം. ഇതിന് മുന്നത്തൊരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞേ വരുന്ന, അയ്യോ അത് വിടണ്ടി വന്നല്ലോ. അതെ, പക്ഷെ ആ ഡ്രസ്സ് ഞങ്ങൾ കയ്യിൽ നിന്ന് പോയില്ല. ഇല്ല ഗൈസ്, അത് തിരിച്ചു വന്ന് എങ്ങനെയൊക്കെയോ അത് ഞങ്ങൾക്ക് വേണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നോണ്ടായിരിക്കണം. ഇന്ന് ഞങ്ങള് വെറുതെ ഒന്ന് അഞ്ച് പറഞ്ഞതാണ് നമുക്ക് ആ സ്ഥലത്തൊന്ന് കേറി നോക്കാം. അപ്പൊ ഞങ്ങള് പറഞ്ഞ് അവിടെ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ക്ഷമ നശിച്ചിട്ടുണ്ട്. അപ്പത്തേക്ക് ഞങ്ങൾക്ക് കിട്ടൂല എന്നുള്ള കാരണം കോഴിക്കോടുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ആ സ്ഥലം മാത്രം നോക്കി. അതെ, അവിടെ ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ സാധനം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഇവരെക്കാട്ടും കൂടുതൽ എൻ്റെ കിളി പോയ അവസ്ഥയിൽ അടിപൊളി ഇത് നമുക്ക് എടുക്കാം. കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, ഇതല്ലേ അതെന്ന് വെച്ചിട്ട് ഞാനപ്പോൾ തന്നെ ഇങ്ങനെ കിളി പോയൊരവസ്ഥയിലാണ്. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് പിന്നെ അത് കണ്ടപ്പോൾ തന്നെ എന്താ ചെയ്യാൻ പറ്റുക ഞങ്ങളെ മൈൻഡിൽ വന്നു. ആ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കണം, ഇതെടുത്ത് അല്ല മുന്നേ ഇതേപോലത്തെ ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നീനു. ലെഹങ്ക ഇതേപോലത്തെ ഏകദേശം ഇതിനോട് മാച്ച് അല്ല, വേറെ ലെഹങ്കയൊക്കെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇതേപോലെ ഗൗണൊക്കെ ഗൗണ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ അതിനോട് സെയിം ആയിട്ടുള്ള ഒരു ലെഹങ്ക ഒന്നും കണ്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിക്ചറായിട്ട് അയച്ചു തന്നിരുന്നു. അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എന്തോ അവർ പിക്ചറായിട്ട് 3-4 എണ്ണത്തിന്റെ ഇത് ഇമേജ് അയച്ചു തന്നിരുന്നു. അത് ലെഹങ്ക തന്നെയാണ്. പക്ഷെ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ കൺഫർമേഷൻ പറഞ്ഞാലേ ഉള്ളൂ അവർ അവിടെ നിന്ന് ആ സാധനം ഇങ്ങോട്ട് എത്തിക്കുക. അതെ, അപ്പൊ നമുക്കത് ഡൗട്ടാണ്, തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓക്കെ. ഇനിയിപ്പോൾ അത് ആ ഒരു പാകിസ്ഥാനി ഗൗണിലേക്ക് നമ്മളത് മാറ്റിയെടുക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ നല്ല വെയിറ്റ് ഉണ്ട്, നല്ല 2 ഡ്രസ്സും ഗൈസ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഓൾട്ടർ ചെയ്യലാണ്. 2 ഡ്രസ്സും ഭദ്രമായിട്ട് ഇതാ ശ്രീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓൾട്രേഷൻ ഒക്കെ പോവാനുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഡ്രസ് റെഡിയായി. വലിയൊരു പണിയാണ് ഗൈസ് കഴിഞ്ഞത്. ഞങ്ങൾ ഏറ്റവും വലിയൊരു കൺസേണും കൂടിയാണ് കഴിഞ്ഞത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെ കൈ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ തെരഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതൊന്നും വീഡിയോയിൽ കാണിക്കില്ല. ഞങ്ങൾ എത്രയോ സ്ഥലത്തേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീയും അഞ്ചിയും ഒക്കെ കുറെ ട്രൈ ചെയ്ത് അവസാനം നമ്മുടെ ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.